ലഹരി ഇടപാട് ചോദ്യം ചെയ്ത പോലീസിനെ ആക്രമിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ പി.കെ. ബുജൈർ റിമാൻഡിൽ. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ബുജൈറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരനാണ് ബുജൈർ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും താനോ കുടുംബമോ ബുജൈറിനെ സംരക്ഷിക്കില്ല എന്നും പി.കെ. ഫിറോസ് പ്രതികരിച്ചു. അദ്ദേഹം ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം. അതിനകത്ത് യാതൊരു നിലക്കുമുള്ള ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ലഹരി ഇടപാടുമായി എൻ്റെ സഹോദരനോ ആർക്കെങ്കിലോ ബന്ധമുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്, എൻ്റെ കുടുംബത്തിൻ്റെ നിലപാട്. കേസിൽ പി.കെ. ഫിറോസിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ബിനീഷ് കോടിയേരി ആവശ്യപ്പെട്ടു. ശ്രീ പി.കെ. ഫിറോസ് അദ്ദേഹത്തിൻ്റെ അനുജനെ ഈ നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് മാതൃക കാണിക്കുമോ? പി.കെ. ജുബൈറിന് കിട്ടുന്ന ആ സാമ്പത്തികം ആരിൽ നിന്നാണ്? പി.കെ. ജുബൈറും പി.കെ. ഫിറോസുമായി സാമ്പത്തിക ഇടപാടുണ്ടോ? ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ വെച്ചിട്ടാണോ പി.കെ. ജുബൈർ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നത്? ഇതെല്ലാം കേരള സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമായി വരും ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്.